വെറുതെ ഇങ്ങോട്ട് വാ, എന്താ എന്റെ മുമ്പിലേക്ക് കയറി വരാത്ത്, എന്താ ആരെയും കാണാത്ത്, എവിടെയാ ആൺകുട്ടികള് എന്നൊക്കെ പറഞ്ഞ് ഇളക്കിപ്പോയാ പോരാ. പേരോടിനോട് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മൂസാ നബി അന്ന് നബിയായിരുന്നില്ല എന്ന് നിങ്ങളുടെ ഉസ്താദ് എഴുതി വിട്ടത് കളവാണ് 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 എന്ന് 1000 വട്ടം ഞങ്ങൾ പറയുന്നു. സത്യമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ, നട്ടെല്ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ നാദാപുരത്തിന്റെ മണ്ണിലാണ് കാണേണ്ടത്. ഇത് കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരീൻ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അമ്പിയാക്കന്മാരുടെ പേരിൽ നുണ പറഞ്ഞു പോകാനോ? കൊണ്ടുവരണം, നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഞാൻ വായിച്ചതുപോലെ ബുഖാരി വായിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിങ്ങളോടെന്ത്? ബുഖാരി വായിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യാതൊരു തെളിവില്ല എന്നാ പറഞ്ഞ തെളിവ് കേട്ടോളൂ. അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്നുള്ളതിന് തെളിവ് കേട്ടോളൂ. ഇതായി കാണുന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമടക്കം ഫത്തുഹുൽ ബാരി അടക്കമുള്ള സഹീഹുൽ ബുഖാരിയാണ്. അതിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കട്ടെ. ആ ഹദീസ് കേട്ടിട്ട് എന്റെ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാര് വിലയിരുത്തിക്കോ. മൂസാ അന്ന് പോകുമ്പോ നബിയാണോ അല്ലേ, തെളിവുണ്ടോ ഇല്ലേ, അതോ ഒരു തെളിവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ. അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സംഭവം. എന്താ സംഭവം പറയുന്നു അറിയോ? ബുഖാരിയിലെ 4726 നമ്പർ ഹദീസാ വായിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂസാ റസൂലുള്ളാഹി അലൈഹി സലാം ഖാല ദക്കറ الناس യൗമാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ പ്രസംഗാന്ന് പ്രസംഗിച്ചിരുന്നറിയോ? അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ ഇദാ ഫാദത്തിൽ ഉയൂൻ വറഖത്തിൽ ഖുലൂബ്. കണ്ണുകളൊക്കെ ഒഴുകിപ്പോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി, ഹൃദയങ്ങളൊക്കെ വളരെ ലോലമാകുന്ന നിലക്കായി. അത്ര നല്ല പവറുള്ള ഒരു ഉപദേശം. ആ ഉപദേശം കഴിഞ്ഞ് വല്ലാമഹാനായ മൂസ നബി അങ്ങ് പോയി. ആ അവസരത്തിൽ ഈ പ്രസംഗം കേൾക്കുന്നവരാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ഫഖാല വിളിക്കുകയാണ്, ചോദിക്കുകയാണ്, ഐ റസൂലല്ലാഹ്, ഐ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ. മൂസാ നബിയെയാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അയച്ചിട്ടുള്ള റസൂലേ, ഐ റസൂലല്ലാഹ്, ഓ റസൂലുള്ളാഹ്, ഹൽ ഫിൽ അർളി അഹദുൻ അഅലമു മിൻക. അങ്ങയേക്കാൾ വലിയ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ വേറെയുണ്ടോ എന്നാണ് ഇയാൾക്ക് ചോദിക്കാനുള്ളത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്നങ്ങ് പറഞ്ഞു പോയി, ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അല്ലാഹു അഅലം എന്ന് പറയേണ്ടതിന് പകരം മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ ആ കാര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു. അതാ എന്താ പറഞ്ഞതെന്നോ ആ അവസരത്തിൽ പറയപ്പെട്ടു എന്ത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി, അബദ്ധം പറ്റി. അള്ളാഹുവിങ്കൽ നിന്ന് അറിയിപ്പ് കിട്ടി, മൂസ പറഞ്ഞത് ശരിയായില്ല മൂസ. ഉടനെ മഹാനായ പ്രവാചകൻ അതാ മൂസ നബി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഐ റബ്ബി ഫൈന, വേറെ ആളുണ്ടോ എന്നെ കാണും വീരുള്ളവരെന്നാ, അതെവിടെയാണ്? എനിക്കൊന്ന് പോകണമല്ലോ, പഠിക്കണമല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, ബിമജ്മഇൽ ബഹ്റൈൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമെന്ന്. ആ കാര്യത്തെ പറ്റി അറിഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിനയത്തോടെ പുറപ്പെടുന്നു. അള്ളാഹു പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറെ ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ കണ്ടെത്തിയപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തു വന്നു? ഫസല്ലമ അലൈഹി മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സലാം ചൊല്ലി. ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹം റിപ്പോർട്ടുകളിൽ കാണാം മുഖം മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി. എന്നിട്ട് സലാമങ്ങ് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ ബി അർദിൻ മിൻ സലാം, സലാം കേൾക്കുന്ന ഈ നാടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു. വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൽ ബി അർദി എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഈ അടിസ്ഥാനത്തിലൊക്കെ എന്തോ ആകട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് നീങ്ങുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ഈ സലാം അങ്ങ് കേട്ടപ്പോ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, മൻ അന്ത, ആരാ നിങ്ങള്? മനസ്സിലായില്ലല്ലോ. ഖദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഖാല, ആ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാം പറയാണ്, അന മൂസ, അന മൂസ, ഞാൻ മൂസയാണ്. അപ്പൊ ഖദറിന്റെ ചോദ്യം, മൂസ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ മൂസയാണോ? ഖാല നഅം, അതെ. ഉടനെ ഖദർ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഫമാ ശഅനുക, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഖാല, മൂസ നബി അലൈഹിസ്സലാം പറയാണ്, ജിഅ്തു ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഞാൻ വന്നിരിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇൽമുകളില്ലേ, അത് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ അവസരത്തിൽ അതാ കേട്ടോളൂ, ഖദർ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്. ഖാല, ഖദർ അലൈഹിസ്സലാം ചോദിക്കുന്ന മൂസ നബിയോട്, അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വ അന്നൽ വഹയ യഅതീക. മൂസ, നിനക്ക് പോരേ, അമാ യക്ഫീക, നിനക്ക് പോരേ, അന്ന തൗറാത ബിയദൈക, തൗറാത്ത് നിന്റെ കയ്യിലുള്ളതൊന്നും നിനക്ക് പോരേ, മാത്രമല്ല നിനക്ക് വഹയും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഖദർ അലൈഹിസ്സലാം ആ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് ബുദ്ധിയുള്ള സഹോദരന്മാരെ നമുക്ക് എന്താ മനസ്സിലായത്? ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂലുള്ള തന്നെയാണ് എന്ന് കിട്ടിയില്ലേ? തൗറാത്തും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വഹയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൗറാത്തും കിട്ടിയിട്ട് വഹി വരാൻ തുടങ്ങിയിട്ടല്ലേ തൗറാത്ത് കിട്ടിയത്? അങ്ങനെ വഹയും കിട്ടുന്നുണ്ട്, തൗറാത്തും കയ്യിലുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നത് എന്ന് ഖദർ അലൈഹിസ്സലാം ചോദിച്ചില്ലേ? ആ യാത്ര എവിടെ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതിനുള്ള സാഹചര്യം മുത്ത് മുസ്തഫ വിശദീകരിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ചോദിച്ചത്. എന്താ ചോദിച്ചത്? യാ മൂസ എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിസംബോധനയല്ല, യാത്ര പോകുന്നതിന്റെ മുമ്പേയുള്ള അനുയായികളുടെ ചോദ്യം എന്താണ്? ഐ റസൂലല്ലാ, ഐ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ. ചിന്തിച്ചോ മുസ്ലിമേ, ചിന്തിച്ചോ എന്റെ ഉമ്മമാരെ, ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ. മൂസ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് എഴുതിവിട്ടത് ഇസ്ലാമിന്റെ വാദമാണോ? ചിന്തിച്ചുകൂടെ? അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരു തെളിവില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾക്ക് ബുഖാരി തെളിവ് പറ്റില്ല അല്ലേ? ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ കേട്ടില്ലേ പേരോട്? മറ്റൊരു മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയുടെ വാക്കിനേക്കാൾ, ബുഖാരിയിൽ പറഞ്ഞ ഹദീസിനേക്കാൾ കക്കാട് ഫൈസിയുടെ വാക്കാണോ നിങ്ങൾക്ക് വലുത് എന്ന് വേറൊരു പ്രശ്നം വന്നപ്പോ ആ കൂട്ടരോട് ചോദിച്ചില്ലേ? വിനീതമായി ഞങ്ങളും ഒന്ന് ചോദിച്ചോട്ടെ, നെല്ലിക്കുത്തിന്റെ വാക്കാണോ, നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത്? അത് റസൂലായ കാലഘട്ടത്തിലാണ്, റസൂലുള്ളയായിരിക്കുമ്പോഴാണ് പോയത് എന്ന് നമ്മൾ അവകാശപ്പെട്ടു. അത് ഹദീസ് കൊണ്ടാണ് തെളിയിച്ചത്. പേരോട് അതൊന്ന് ഉദ്ധരിക്കണം. അല്ലെങ്കിൽ ഞാൻ വായിച്ചത്, മൗലവി വായിച്ചത് ബുഖാരിയിൽ ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ട് അതവിടെ ഉദ്ദേശമല്ല എന്ന് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഉസ്താദ് പറഞ്ഞത് സത്യാന്ന് പറയണം, അല്ലെങ്കിൽ നോണയാന്ന് പറയണം. ഏതെങ്കിലും ഒന്ന് പറയാതെ ഉണ്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. ഉണ്ടില്ല, ചോറോ കഞ്ഞിയോ ചോദിച്ചാൽ ചൊറിഞ്ഞിന്നറിയില്ലേ? അപ്പരിപാടി വേണ്ട. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ജനങ്ങൾ പഠിക്കട്ടെ. അങ്ങനെ നാദാപുരം കണ്ടങ്ങനെ തുടർന്നോട്ടെ. നിങ്ങൾക്ക് എന്താ ബേജാറ്? അപ്പോഴൊക്കെ എന്താ സംവാദത്തിനുണ്ടോ? അത് വേണമെങ്കിൽ അതിനും ആൺകുട്ടികൾ റെഡിയാണ്, ആൺകുട്ടികൾ റെഡിയാണ്. അതൊരു വിഷയമല്ല. പക്ഷെ ഇതൊക്കെ തുടരുമ്പോ ഒരു പ്രയാസം. ഇതിങ്ങനെ പോയാൽ തിരക്കൂല, ഇതിങ്ങനെ പോയാൽ മുന്നോട്ട് പോകൂല.
ഇതിങ്ങനെ ഓരോന്ന് ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയാണെന്ന് കാണുമ്പോൾ അപ്പൊ ഒരു സംവാദം എന്നിങ്ങനെ തോന്നേണ്ട. സംവാദം ഒരു പുത്തരിയല്ല. എന്ന് തുടങ്ങിയാൽ ആ സംവാദം ആലുവ സംവാദം വരെ ഇപ്പൊ കഴിഞ്ഞിട്ടാ നിൽക്കുന്നത് അല്ലേ? ആലുവ സംവാദത്തോളം വരെ എത്തി. ഇനിയും നടക്കും ഇൻഷാ അല്ലാഹ്. അതൊന്നും ഒരു പുത്തരിയല്ല. ആ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും പേടിപ്പിക്കണ്ട. അതുകൊണ്ട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, നിങ്ങളോട് വളരെ ഗൗരവത്തോടു കൂടെ പറയാണ്, മൂസാ നബിയുടെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്.